ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളിതേ സ്കൂളൊക്കെ തുറക്കാറായി. അപ്പോൾ അതേ നമ്മുടെ മക്കളുടെ കുപ്പികളൊക്കെ എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കുപ്പികൾ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഫ്ലാസ്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ചൂടുവെള്ളം അതും ആക്കി വയ്ക്കുമ്പോൾ കുറച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ആകെ ഒരു കറുത്ത നിറം വരും. പിന്നെ ക്ലീൻ ആക്കാൻ അത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കണ്ണി കണ്ടതൊന്നും ഇട്ടിട്ട് ഉരച്ചിട്ട് നമ്മുടെ ഈ പാത്രങ്ങളൊന്നും കേട് വരുത്തണ്ട. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വൃത്തിയാക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങയുടെ പകുതിയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ആ പകുതി ചെറുനാരങ്ങയുടെ നീര് ഈ കുപ്പിയാണ് കേട്ടോ ഞാനിന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ നീര് നമ്മുടെ കുപ്പിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര കുപ്പി ഫ്ലാസ്ക് എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പീസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം നമ്മളിത് ഈ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച വെള്ളമായിരിക്കണം. അപ്പോൾ അത് പകുതി 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമ്മളിത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബാക്കി നമ്മൾ അതിന് പാകത്തിനനുസരിച്ചിട്ട് വെള്ളം 1/4 ഭാഗമാണല്ലോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒഴിച്ചിട്ട് നല്ലോണം കുപ്പി നമ്മുടെ നിറയ്ക്കുക കേട്ടോ. നിറച്ചിട്ട് ഇത് നന്നായിട്ടൊന്നൊരു 5 മിനിറ്റ് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ആയ കാരണം തന്നെ കണ്ട കുറേ ഇങ്ങനെ കുമ്പളകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു തിളച്ച് എന്താ പറയുക ഇങ്ങനെ നിറഞ്ഞ് പോകട്ടോ. അപ്പോൾ നമ്മൾ അതാണ് ആദ്യം ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി എന്ന് പറയുന്നത്. എന്നിട്ട് അതൊരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുക. തുറന്നിട്ട് നമ്മുടെ ഈ കുപ്പിയുടെ മൂടി ഒന്ന് അടച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് ഈ വെള്ളം ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാട്ടോ. ഇപ്പം തന്നെ ഈ കുപ്പിയുടെ ഉള്ളിലത്തെ അഴുക്കൊക്കെ മൊത്തം പോയിട്ടുണ്ടാവും കേട്ടോ. എന്നാൽ കണ്ട കുപ്പിയുടെ ഉള്ളിലത്തെ വെള്ളത്തിൻ്റെ ഒരു നിറം കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ ആകെ ഒരു കറ പിടിച്ചിട്ടായിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മളിപ്പോൾ ദാഹശമിനി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ അടിയിൽ എന്താ പറയുക കറ വരും. അപ്പോൾ അത് വൃത്തിയാക്കുമ്പോൾ തന്നെ കുറച്ചിങ്ങനെ ഇളകി പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ കേട്ടോ നമ്മൾ പാൽച്ചായ ഒക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കറ വരുമല്ലോ, അതൊക്കെ ഇതുപോലത്തുള്ള നമ്മൾ ഈ ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ട് ക്ലീനാക്കിയാൽ വൃത്തിയാവും കേട്ടോ. പിന്നെ നമ്മുടെ ഇതിലത്തെ വാഷും കുപ്പിയുടെ മൂടി നമ്മൾ ഇതേ ഉള്ളിൽ നിന്ന് എടുത്ത് വെള്ളത്തിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കും. അതും ഒന്ന് ക്ലീൻ ആവണ്ടേ. പിന്നെ നമ്മുടെ ഈ ചെറുനാരങ്ങയുടെ തൊലി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ കുപ്പി നല്ലോണം അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ പുറം ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് മങ്ങിയ പോലെ ഉണ്ട്. അപ്പോൾ ഈ തൊലി വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സ്ക്രബ്ബ് കാര്യങ്ങളൊന്നും ഇടണ്ട കേട്ടോ. ഈ തൊലി തന്നെ വെച്ചിട്ട് നമ്മൾ ആക്കിയാൽ മതി. ചിലർ ഈ സോപ്പും വെള്ളവും അതും ഇതൊക്കെ നമ്മൾ ഈ ഇതിൻ്റെ കുപ്പികളുടെ ഉള്ളിൽ എന്താ പറയുക ഒഴുക്കി കഴിഞ്ഞാൽ ഒരു വൃത്തികെട്ട മണമായിരിക്കും കേട്ടോ ഇതിന് ഉണ്ടാവുക. ഈ ചെറുനാരങ്ങ ആകുമ്പോൾ അതിന് മണം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ബേക്കിംഗ് സോഡയ്ക്കും പ്രത്യേകിച്ച് മണങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ലോണം ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഞാൻ ഉള്ളിലും ഈ തൊലി വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ടാണ്. പിന്നെ ഞാൻ നമ്മുടെ ഈ തൊലി അതിലേക്ക് ഇട്ടിട്ട് ഒരു കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലൊന്ന് ഉരയ്ക്കണ പാകത്തിന് ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കുപ്പിയൊക്കെ കഴുകണ ബ്രഷില്ലേ, ആ ബ്രഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മതി. അപ്പോൾ അഴുക്കുകളൊന്നും അധികം ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ചാൽ അപ്പം തന്നെ നമ്മളെ ആ അഴുക്കുകളൊക്കെ പോയിട്ടുണ്ടാവും കണ്ട. ഇനി പിന്നെ നമ്മുടെ ഇതിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിലിങ്ങനെ ശരിക്കും നമുക്ക് കയ്യെത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ തൊലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൈഡുകളിലൊക്കെ ആണെങ്കിലും നല്ലോണം നമ്മുടെ ബ്രഷൊക്കെ നമ്മൾ കഴുകില്ലേ, ഈ കുപ്പിയൊക്കെ കഴുകണ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അധികം ബലമൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കുപ്പി നല്ല ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ണി കണ്ട സാധനങ്ങളൊന്നും കുപ്പി കഴുകാൻ ഉപയോഗിക്കേണ്ട. ഇത് മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങിയാലേ അപ്പോൾ ആഴ്ചയിലൊക്കെ ഒരിക്കലൊക്കെ നമ്മളിതുപോലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കുപ്പിയൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകി കൊടുക്കുക. അപ്പോൾ സോപ്പ് ഇതൊന്നും ഉപയോഗിക്കേണ്ട, അത് മാത്രം മതി. കണ്ടപ്പോൾ ഈ കുപ്പിയുടെ ഉള്ളിലത്തെ നിറം നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടാൽ അറിയാം. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ ഇതുകൊണ്ട് ഉരച്ചിട്ടുണ്ട്. പിന്നെ ഈ വാഷ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക വെള്ളം അങ്ങനെ ചോർന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി ഒരു വെള്ള വാഷ് കണ്ടില്ലേ, ഞാൻ ആ പാത്രത്തിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ നിറമൊക്കെ അടിപൊളിയായിട്ട് നല്ലോണം ക്ലീൻ ആവട്ടെ. കണ്ട അപ്പോൾ ഇതിൻ്റെ നിറം നോക്കിയേ. അപ്പോൾ അത് ജസ്റ്റ് ഇതും കൂടി ഒന്ന് ഉരച്ച് കഴിഞ്ഞപ്പോൾ നല്ലോണം അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ചായക്കറയൊക്കെ നമ്മുടെ ഇതുപോലത്തെ കുപ്പികളിലും ഇപ്പോൾ ഫ്ലാസ്കുകളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. അതാ ഫ്ലാസ്കിലൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ചൂടുവെള്ളം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പച്ചവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലാസ്കിന് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചായയുടെ ഒന്നും മണമൊന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് മൂലം പൊക്കോളും. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.